ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്നൊരു സോളോ ട്രിപ്പ് പോവുകയാണ്. ഫ്യൂസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു വൺ ഡേ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി സ്റ്റേ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോണത്. സോ ഐം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എന്താണെന്ന് നോക്കി കാണാം. ഇവിടെ നിന്ന് ഒരു 9 hours ട്രാവൽ ഉണ്ട്. ഈ ഫസ്റ്റ് ട്രെയിനിൽ ഒരു 2.25 മണിക്കൂർ ഇരിക്കണം. ഞാൻ ലേറ്റൊന്നും ആയില്ലെങ്കിൽ അവിടേക്ക് 2 മണിക്ക് എത്തും. ഞാനിതപ്പോൾ ബുക്സ്ബർഗ് എത്തിട്ടോ. ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് ടൈമിൽ എത്തി. ഈ അടുത്ത ട്രെയിനിനൊരു 50 minutes ഉണ്ട്. ഇവിടെ ബുക്സ്ബർഗിൽ കുറച്ച് ടൈം ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. എങ്ങനെ ഉണ്ട് ഇവിടെ കാണാനെന്ന്. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു. ഇതേപോലെ ട്രെയിൻ മാറി കയറുമ്പോൾ ഇറങ്ങിയിട്ട് എവിടെയോ കണ്ടൊരു ഓർമ്മ പോലെ ഉണ്ട്. ഞാനങ്ങനെ കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയൊരു ട്രിപ്പല്ല. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പോയിട്ട് എന്താ ചെയ്യാന്നൊക്കെ ട്രെയിനിൽ ഇരുന്നിട്ടാണ് നോക്കിയത്. അധികം തിരക്ക് പിടിച്ച് കുറേ സ്ഥലമൊന്നും കവർ ചെയ്യാൻ നോക്കണില്ല. റിലാക്സ്ഡ് ആയിട്ട് പോവാമെന്നായിരുന്നു. ഒരു 3 സ്ഥലം പറ്റിയാൽ പോയി കാണണം എന്ന് കരുതുന്നുണ്ട്. ജർമ്മനിയിലത്തെ ഒട്ടുമിക്ക സിറ്റികളും ഏറെക്കുറെയൊക്കെ കാണാൻ ഒരുപോലെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും. പിന്നെ എനിക്ക് പേഴ്സണലി ജർമ്മനിയിൽ എപ്പോഴും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബവേരിയ. ബവേരിയയിൽ വേറെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോണത് വേറെ സ്ഥലത്തേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ടൈമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കണമെന്നേ ഉള്ളൂ. സാധാ എല്ലാ ജർമ്മൻ സിറ്റീസിനെ പോലെ തന്നെയാണ് ഇവിടെയും. ഞാനപ്പോൾ തിരിച്ച് നടന്നപ്പോഴാണ് കണ്ടത് ബാനോഫിൻ്റെ ബാക്കത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചുകൂടെ ദൂരെ നിന്ന് കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ സെക്കൻഡ് ട്രെയിനും ഇറങ്ങി. ഇപ്പോൾ ഇനി ഇതാ ലാസ്റ്റ് തേർഡ് ട്രെയിനിൽ കയറാൻ പോവാണ്. ഇത് നേരെ ഫിസനിലേക്കാണ്. ഇതൊരു 2 hours ഉണ്ടാവും. ട്രെയിന് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ യാത്ര പോകുമ്പോഴാണല്ലോ പുതിയ ആൾക്കാരെ കാണുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ഒരാളെ കണ്ടു കേട്ടോ. കുറച്ച് വയസ്സായൊരു ലേഡിയാണ്. ഇപ്പം എൻ്റെ ഇവിടെ വന്ന് ഇരുന്നായിരുന്നു. ഒരു തുർക്കിയിൽ നിന്നാണ്. എൻ്റെ കുറേ നേരം സംസാരിച്ചു. ഇംഗ്ലീഷും ജർമ്മനൊക്കെ മിക്സ് ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ട് എന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറച്ച് നേരം അവരിറങ്ങണവരെ എന്നോട് സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു അവരോട് സംസാരിച്ചിരിക്കാൻ. നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ലേഡിയായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കും ഐ ഫെൽ സോ ഹാപ്പി. ഞാനിത് അങ്ങനെ സക്സസ്ഫുള്ളി 3 ട്രെയിന് കയറി ഇതാ ഫുസനിലെത്തി. ഇനിയിപ്പോൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. അതിനു മുന്നേ അവർ ക്യാഷായിട്ട് പേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് എടുക്കണം പോയിട്ട്. ഇവിടെ ആരും ഇല്ല. പക്ഷേ എനിക്ക് മെയിൽ വന്നത് പ്രകാരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ റൂം ഓപ്പൺ ആണ്. ഇതാണ് നിൽക്കുന്ന സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ റെഡിയായി. പിന്നെ ഫുഡ് ഇപ്പോൾ കയ്യിലുള്ള തൽക്കാലം കഴിക്കേണ്ടി വന്നു. കാരണം മുകളിൽ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ കുക്കിംഗ് ടൈമുണ്ട്. അപ്പോൾ എനിക്ക് ബർഗർ ചൂടാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നൈറ്റ് വന്നിട്ട് എല്ലാം കഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒന്നിനും സമയം തികയത്തില്ല. ഇറങ്ങിയിട്ട് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ലഷ് ഫോൾ എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാളിലേക്കാണ് പോണത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അവിടെ പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എവിടേക്കാണ് പോകുന്നത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയും നേരം ട്രാവൽ ചെയ്തത് നമുക്ക് വേർത്താണെന്ന് തോന്നും. നല്ല കാറ്റുണ്ടേ. അങ്ങനെ ലഷ് ഫോള് കണ്ടു. ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയി കാണാൻ പറ്റുന്ന കരുതിയത്. പക്ഷേ ജസ്റ്റ് ആ ബ്രിഡ്ജ് കൂടെ കാണാനേ പറ്റുള്ളൂ. ഇനി വേറെ എവിടെന്നേലും പോയിട്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല.
അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി. നല്ല വെയിലുണ്ട്. സൈക്കിൾ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കൂല. കാരണം നമ്മൾ 5:30 അത് തിരിച്ചു കൊടുക്കണം. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയാണ് അവർ ചാർജ് ചെയ്യണത്. അപ്പം 5:30 തിരിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നടക്കുവാണ്. നടന്ന് കാണാൻ പറ്റുന്നതൊക്കെ കാണാം. നാളെ എന്ത് ചെയ്യാം, നടന്ന് കാണാൻ പറ്റുന്നതൊക്കെ കാണാം. നാളെ സൈക്കിൾ എടുത്തിട്ട് കുറച്ചുകൂടെ ദൂരെ പോകാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ നാളെ ഉച്ച കഴിഞ്ഞിട്ട് തിരിക്കും വേണം, നാളെ രാത്രിയാകുമ്പോൾ അവിടെ എത്തും. ഞാൻ സമാധാനമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഞാൻ അധികം കുറേ സ്ഥലം പോയി കാണുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ്. കണ്ടില്ലേ, ആൾക്കാർ ഇതുപോലെ എല്ലാവരും സൈക്കിൾ ചെയ്തിട്ടാണ് പോണത്. നമ്മുടെ അവിടെ ചങ്ങാടൊക്കെ യൂസ് ചെയ്യണ പോലെ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ചെയിൻ ഇട്ടിട്ട് അവരിങ്ങനെ. ഞാനിപ്പോൾ സീഗൽ വൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ റോഡ് വഴിയും പോവാം, ഇങ്ങനെ ഒരു വഴിയും കണ്ടു. അപ്പോൾ ഈ വഴി പോവാമെന്ന് കരുതിയിട്ടാണ്. റോഡ് വഴി പോണേക്കാട്ടിൽ എത്രയോ സുഖമാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ. കാരണം റോഡ് വഴി ഇപ്പോൾ ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ഇങ്ങനെ എരിയാൻ തുടങ്ങി. അത്രയും കുത്തണ ചൂടായതുകൊണ്ടേ. ഇതിപ്പോൾ ഒരു ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല നടക്കാൻ. ഞാൻ ഈ സ്ഥലത്ത് പോയിട്ട് ഹൊപ്ഫൻസി എന്ന് പറഞ്ഞാൽ ഒരു ലേക്കിലേക്കും കൂടെ പോകണമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ട്രെയിനിൽ വരുമ്പോൾ കണ്ടു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞ് സിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. കണ്ടു വെച്ചാൽ കണ്ടു, പക്ഷെ ഇറങ്ങി അങ്ങോട്ട് കണ്ടില്ല. ഈഗൽ വൈസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വുഡൻ ബ്രിഡ്ജാണ്. നമ്മുടെ ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ളൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസിന് 5 euros ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കൂടെ നടക്കാൻ. അധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് ടിക്കറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് ആയില്ലേ അതുകൊണ്ടായിരിക്കും. അത് കുലുങ്ങുന്നുണ്ട് ഇച്ചിരി. എനിക്ക് ആ റിവറിൻ്റെ ഭാഗമൊന്നും കണ്ടിട്ട് തിരിച്ചു പോയിട്ട് സമയമുണ്ടെങ്കിൽ ലേക്ക് പോകണമെന്നുണ്ട്. ഇപ്പോൾ ജൂണ് ജൂലൈ ഒക്കെ ആയില്ലോ, അത്യാവശ്യം നല്ല ചൂടുള്ള ടൈമാണ്. വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ അങ്ങോട്ട് വല്ലാതെ കൂടുന്നതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളം കുറവാണ്. ആ ഒരു ടൈമിലേക്ക് ഒന്നും വെള്ളം അത്യാവശ്യം ഉണ്ടാവുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറേ ദൂരം ഉണ്ടെന്ന് കരുതിയായിരുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത് പണിഞ്ഞെടുക്കാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടാവും എന്തായാലും. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ 2 ദിവസത്തിനല്ലേ വന്നത്. അപ്പം എനിക്ക് കുറേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കുറച്ചധികം ദിവസം വരണ പോലെ പ്ലാൻ ചെയ്യണം. അതാണ് ഒരു കാര്യം ഞാൻ പഠിച്ചത്. വേറെ ഇപ്പോൾ മണ്ടത്തിലൊന്നും കാണിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങളെപ്പോഴേലും ഫ്യൂസൻ വരികയാണെങ്കിലേ ഒരു 2-3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ കുറവായിരിക്കും. കാറിലൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബസ്സുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞാൻ ഹോപ്പൻസി പോകണം കരുതിയിരുന്നു, പക്ഷെ ബസ്സില്ല. പിന്നെ തിരിച്ചു വരാനും പറ്റില്ല. അപ്പം റിസ്ക് എടുക്കണില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ മാപ്പിടലൊക്കെ നിർത്തി ഇത് കൂടെ നടക്കുകയാണ്. കുഞ്ഞ സ്ഥലമായതുകൊണ്ട് അങ്ങനെ എവിടെ പോയാലും തിരിച്ച് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ഇവിടെ കിട്ടണ എന്തെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കടകളൊക്കെ അടച്ചു തുടങ്ങി. കഫേ ആണെങ്കിലും റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചു തുടങ്ങി. അപ്പം ഞാൻ അവസാനം ഒരു ഡോണർ വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് മുന്നേ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴും പിന്നെ ചെക്ക് ഇൻ ചെയ്തിട്ട് തിരിച്ചിറങ്ങിയപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി തുടങ്ങി, കടകളൊക്കെ അടച്ചു തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാൻ കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാനിപ്പോൾ ഫൊർഗൻസി എന്ന് പറഞ്ഞൊരു ലേക്കിലേക്ക് പോവാച്ചിട്ടാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബസ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു പകുതി ദൂരം വരെ പോയിട്ട് നടന്നിട്ട് ബസ്സിലേലും തിരിച്ചിട്ട് പകുതി നടന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ബസ് കയറിയിരിക്കുകയാണ്. നമുക്ക് ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനെക്കാട്ടിലും നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒഫൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന് കരുതിയിരുന്നു, പക്ഷേ അവിടേക്ക് പോകാൻ പറ്റിയില്ല.
അപ്പോൾ അങ്ങനെ മാപ്പ് നോക്കിയിരുന്നപ്പോഴാണ് അതിനേക്കാളും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചത്. ഫൊഗൻസി എന്ന് പറയുന്നത്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഞാനതപ്പം മെല്ലെ ഇനി റൂമിലേക്ക് തിരിച്ച് നടക്കുകയാണ്. രാത്രി വല്ലാതെ ഇരുട്ടിച്ചിട്ട് യാത്ര വേണ്ട വെച്ചിട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. ഒരു 10-15 തവണ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക് ഒക്കെ എടുക്കാൻ പഠിക്കുന്നുണ്ടാവും. പിന്നെ ആദ്യത്തെ തവണയെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. പിന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ വൈകുന്നേരം പോയാൽ ഇരുട്ടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിനെക്കാട്ടിലും നല്ലത് രാവിലെ പോണതാണല്ലോ. അപ്പോൾ ഞാൻ നാളെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് പോവാന്ന് കരുതുന്നുണ്ട്. ഞാൻ തിരിച്ച് റൂമെത്തി. ഇനി റെസ്റ്റ് എടുക്കണം. നാളെ നേരത്തെ ഹൈക്കിന് പോകണമെന്നാണ് എത്തുന്നത്. അപ്പോൾ നാളെ കാണാം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാനിതിപ്പോൾ റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നമുക്ക് ചെക്ക് ഔട്ട് അങ്ങനെ ചെയ്യണ്ട. ബാഗ് അവിടുത്തെ സ്റ്റോറേജ് റൂമിൽ എപ്പോൾ വേണമെങ്കിലും വന്നെടുത്താൽ മതി പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ വലിയ ബാഗ് അവിടെ ലഗേജിൻ്റെ അവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കാൽവേരിയൻ ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജസ്റ്റ് ഹൈക്ക് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ്. ജസ്റ്റ് ഒരു വോക്കായിന്നേ കരുതുന്നുള്ളൂ. പിന്നെ തിരിച്ചു വന്നിട്ട് സൈക്കിൾ എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ ഇതുപോലത്തെ ബോട്ട്സ് ഉണ്ട് കേട്ടോ. അത് നല്ല ഹെൽപ്ഫുള്ളാണേ. ഞാൻ ഇന്നലെ ഇത് നോക്കിയിട്ടാണ് പോയത്. കണ്ടോ, കാൽവേരിയൻ ബർഗ് എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ടോ, അവിടേക്കാണ് ഞാൻ പോകാമെന്നായിരുന്നേ. ഞാൻ ഇന്നലെ ലഷ് ഫോളിലേക്ക് പോയപ്പോൾ ഈ വഴിയൊക്കെ വന്നതാണ്. ഈ സ്ട്രീറ്റ് മൊത്തം ഞാൻ കറങ്ങി കണ്ടു. പക്ഷേ ആ ലഷ് ഫോളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കൊരു വഴിയുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പോകാൻ പോണ വഴി. ഇന്നലെ വന്നതുകൊണ്ടൊരു ചെറിയ ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ മാപ്പ് ഇട്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പമാണ്. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് സമാധാനമായിട്ട് നടക്കാൻ. ഇപ്പോൾ കാട്ടിൻ്റെ അടുത്തുള്ളൊരു ചർച്ചാണ് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ചർച്ചാണ്. ഈ ഒരു കുരിശ് ഞാൻ ഫോട്ടോയിൽ കണ്ടിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചേർച്ച് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുരിശുണ്ട്. ലൈക്ക് ഒരു അങ്ങനെ എത്തി വലിയ ഞാൻ അതിൻ്റെ മുകളിലെത്തി. ഇതൊരു ചേർച്ചാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് എന്ന്. അങ്ങോട്ട് പിന്നെയും വഴി കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹൈറ്റ് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടിയാലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. ഇവിടെ നല്ല രസമുണ്ട്. ഇതാ സിറ്റി എൻ്റെ കൈക്കുമ്പിളിൽ. പിന്നെ നോയ്ഷ്വാൻ കാസിൽ അവിടെ കാണാനുണ്ട്. പക്ഷെ വെയിൽ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല കാണുമെന്ന്. അവിടെ ഉണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും ഫ്യൂസനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കുഞ്ഞ് ഹൈക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇനി കുറച്ചും കൂടെ ദൂരം ഹൈക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ 1 hour വാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാസിലില്ലേ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വരാൻ പറ്റിയൊരു വഴിയാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ജോഗ് ചെയ്തിട്ടാണ് ഞാൻ ഒരു കയറിയപ്പോൾ നല്ല കയറ്റും ഇറങ്ങുമ്പോൾ ഇറക്കുവാണല്ലോ. അപ്പോൾ ഞാൻ എന്താ അതിനെ ജോഗ് ചെയ്തിട്ടതുകൊണ്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. നമ്മുടെ ഡൊപ്പാമിനൊക്കെ അടിച്ച് കയറുമ്പോൾ വല്ലാത്ത എന്താ പറയുക രസമുണ്ട്. മാക്സിമം നടക്കുക. കാരണം നമുക്ക് അത്ര എനർജി സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദൂരം പോവുക. പക്ഷെ നടന്നിട്ട് അങ്ങോട്ട് മതിയാവണില്ല. ഒരു മോട്ടിവേഷൻ കിട്ടണില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഓടിയ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത് ഓടി ഇറങ്ങുന്നേ, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഇറ്റ് ഫീൽസ് സോ ഗുഡ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നില്ല. ഞാൻ രാവിലെ കുറച്ച് നേരം വന്ന് പോകണമെന്ന് കരുതിയത് തെറ്റായില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ ആക്ച്വലി ഇന്നലെ ഹൈക്ക് ചെയ്താൽ മതിയായിരുന്നു ഇവിടേക്ക്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വന്ന് ചെയ്തുല്ലോ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് ചെയ്തേനെ. പക്ഷെ ഇപ്പം നല്ല സാറ്റിസ്ഫൈഡാണ്. ഇന്നത്തെ ഒരു ഡേ മൊത്തം ഓടിക്കാനുള്ള എനർജി ഇപ്പോൾ കിട്ടി. സോ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നേരത്തെ നീറ്റ് ഹൈക്ക് ചെയ്യുന്നത് ബെറ്ററാണ്.
അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തു. ഇതാണ് ഇന്നത്തെ എൻ്റെ കൂട്ട്. ഉച്ചയാകുമ്പോൾ എനിക്ക് തിരിച്ച് കൊടുക്കണം. വൈകുന്നേരം വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വൺ ഡേ ആണ്. പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് തിരിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു 1:30 ആകുമ്പോൾ തിരിച്ച് വരാൻ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ അതങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. അതാണ് ഹോഹൻഷ്വൈൻ കാസിൽ. അത് ഇവിടെ 2 കാസിലാണുള്ളത്. ഇപ്പോൾ കാണിച്ച കാസിലും പിന്നെ നോയ്ഷ്വൈൻ കാസിലും. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വോയിസ് ഓവറിൽ എപ്പോഴേലും കൊടുക്കുക എവിടെയെങ്കിലും പറയുമ്പോൾ. ഞാനിതിപ്പോൾ ഒരു 3.5 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ട് ഇവിടെ നോയ്ഷ്വൈൻ കാസിലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ഞാൻ ഓടിച്ച് കയറ്റുന്നില്ല. കാരണം പകുതിക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം അങ്ങനെ കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ ഞാൻ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കുറച്ച് നടക്കാം. ടൈം ഉണ്ടെങ്കിൽ അവിടെ വരെ പോവാം, അല്ലെങ്കിൽ തിരിച്ച് തന്നെ വന്നിട്ട് സൈക്കിൾ എടുത്ത് പോവാം. ബസ്സിലും വരാം കേട്ടോ ഇങ്ങോട്ട്. ബസ് ടൈം എനിക്കറിയില്ല. കാരണം ഞാൻ ബസ് നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം പോലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മെയിനായിട്ട് സൈക്കിൾ എടുത്തത്. പക്ഷേ സൈക്കിൾ എടുത്തത് വേർത്തായി. ഓടിച്ച് വരാനും രസമുണ്ട്. അപ്പോൾ ഇവിടേക്ക് നേരത്തെ എത്തുകയും ചെയ്തു. എല്ലാം കൊണ്ടും കാര്യമായി. അപ്പോൾ ഇനി മുകളിലേക്ക് നടക്കട്ടെ. കണ്ടോ, അതാണ് കാസിൽ. ഞാൻ പറഞ്ഞില്ലേ 2 കാസിലുണ്ടെന്ന്. ഫസ്റ്റ് കാസിലാണ് ഇത്. ഇത് കണ്ടിട്ട് മറ്റേത് കാണാൻ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവും. അപ്പോൾ മെയിൻ കാസിൽ പോയി കാണാം. മെയിൻ കാസിൽ ഇതാ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ ദൂരെയുള്ള കാഴ്ചയാണിത്. ഇനിതാ ഇങ്ങോട്ട് നടക്കണം. അങ്ങനെന്താ കാസിലിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ ദാ ഇവിടെ എത്തി. ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ വലുതായതുകൊണ്ടേ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉള്ളിൽ കയറുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയായിരുന്നു. ഈ കാണുന്ന നോയ്ഷ്വൈൻ കാസിലാണ് ഡിസ്നി ലോഗോക്ക് ഇൻസ്പിറേഷൻ ആയത്. കൂടാതെ സ്ലീപ്പിംഗ് ബ്യൂട്ടി, സിൻഡ്രല്ല ഇതിൻ്റെയൊക്കെ കാസിൽസ് ഇതിൻ്റെ ഒരു മോഡലിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഫെയറി ടെയിൽ ലൈക്കാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഞാനിതപ്പോൾ ഇന്നലെ ഞാൻ പോകണം കരുതിയിട്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ, ഹോപ്റ്റൻസി അവിടേക്ക് ഞാൻ സൈക്കിൾ ഓടിച്ച് പോവാച്ചിട്ടാ. സമയം കുറവാണ്, എന്നാലും പോവാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ വേഗം പോവുകയാണ്. എനിക്ക് ഇവിടെ നിന്നൊരു 6.5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകാണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് അപ്പോൾ കാണാം. വന്നത് വേർത്തായോ ചോദിച്ചാൽ വേർത്തായി. വലിയ ലേക്കാട്ടോ. ഞാനന്ന് പറഞ്ഞില്ലേ, ഞാൻ ട്രെയിനിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി അല്ല വെള്ളത്തിൽ കളിച്ചേനെ. ഞാനിതാ ഇവിടെ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ ഒരു ഫുഡ് വാങ്ങിച്ചായിരുന്നു. അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകണം. 2:30 എനിക്കൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് തിരിച്ചു പോവാച്ചിട്ടാണ്. എനിക്കിഷ്ടമായി. ഇന്നലെ ഞാൻ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അയ്യോ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. ഇന്നലെ ചെയ്യാൻ പറ്റാത്തതുകൂടെ ഒന്ന് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ട്രിപ്പ് വന്നിട്ട് ഞാൻ സോളോ പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. ഇനിയും പോകണമെന്ന് എനിക്ക് മനസ്സിലായി. സോളോ എനിക്ക് പറ്റിയ പരിപാടി തന്നെയാണെന്ന്. പക്ഷെ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ദിവസം എടുത്ത് പോകണമെന്ന് മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ അതാ തിരിച്ച് വണ്ടി ഓടിക്കാണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ തിരിച്ച് ഫുസലിലേക്കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്ററിനടുത്ത് സൈക്കിൾ ചെയ്തിട്ടുണ്ടാവും. പ്ലസ് ഹൈക്കും ചെയ്തു. അത്യാവശ്യം വ്യായാമമായി. ഞാനിതപ്പോൾ ഫ്യൂസൻ സിറ്റിയിലേക്ക് തിരിച്ചെത്തി. ഞാൻ സൈക്കിൾ കൊടുത്തു. കാരണം ഇനിയിപ്പോൾ റൂമിലല്ല ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ ലഗേജ് എടുക്കണം, തിരിച്ചു വരണം, ട്രെയിൻ കയറണം, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. ഇനി സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് സക്സസ്ഫുള്ളായിരുന്നു. ഇനിയും സോളോ പോകണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.